ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇത് ഞാൻ എപ്പോഴും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഒരു സമ്മർ ഫ്ലെയർ ഉള്ളൊരു ഡെസേർട്ടാണ്. പക്ഷേ ഇതിപ്പോൾ 4 മണി ടീയുടെ ഒപ്പം ആണെങ്കിലും, അതല്ല ഡിന്നർ ഡെസേർട്ട്സിനാണെങ്കിലും, അതുമല്ല ലഞ്ച് ഡെസേർട്ട്സിനാണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ സ്പഞ്ച് കേക്ക് ബേസ് ആയിട്ടുള്ള ബെറി ഫ്ലാൻ. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും താമസിക്കാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കസ്റ്റർഡ് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട വേണം, പഞ്ചസാര വേണം, വനില വേണം, പിന്നെ 2 കപ്പ് പാല് വേണം, 1/4 കപ്പ് കോൺ സ്റ്റാർച്ചും വേണം. ഇതേ കസ്റ്റർഡിൻ്റെ ഒരു റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഡോണറ്റിൻ്റെ ഫില്ലിംഗ് ആയിട്ട്. അപ്പോൾ ആ സെയിം റെസിപ്പി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ 4 മുട്ടയുടെ ഉണ്ണി മാത്രമായിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. നമുക്ക് യോക്ക് മാത്രം മതി. മുട്ടയുടെ വെള്ളം നമുക്ക് വേറെ എന്തിനെങ്കിലും പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഞാനതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 1/2 കപ്പ് പഞ്ചസാര വേണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കോൺഫ്ലവർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും വേണം. അത് മൂന്നും കൂടി നമ്മൾ നന്നായിട്ട് ചേർത്ത് ആദ്യം ഒന്ന് ഈ ഡ്രൈ മിക്സ്ചർ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ആ ഉപ്പും കോൺസ്റ്റാർച്ചും പിന്നെ നമ്മുടെ ഷുഗറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് മിക്സ് ചെയ്യൊന്നും വേണ്ട. പിന്നെ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിന് നമ്മൾ 4 മുട്ടയുടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന യോക്കും 2 കപ്പ് ഫുൾ ക്രീം മിൽക്കാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത്. ലോ ഫാറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റർഡിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹെവി ക്രീം ഉപയോഗിക്കാം. രണ്ടായാലും വിരോധമില്ല. എന്നിട്ട് ആ പാലിനകത്തേക്ക് മുട്ട നന്നായിട്ട് അടിച്ച് ചേർക്കണം. പിന്നെ അതിനുശേഷം നമ്മളൊരു 1 ടീസ്പൂൺ വനിലയുടെ എസൻസും കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ വെനിലയുടെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു. അത് കുറച്ചുകൂടെ ഡെപ്ത് ഉള്ള ഫ്ലേവർ തരുന്നതാണ് എസൻസിനേക്കാളും. അപ്പോൾ എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ വേണം. വെനില പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി. അപ്പോൾ അതാണ് ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില ഡെസേർട്ട്സിനൊക്കെ ഫോർ എക്സാമ്പിൾ നല്ല ഫ്രൂട്ടായിട്ടുള്ള കേക്കുകൾ, അതുപോലെ ഈ കസ്റ്റേർഡിനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വനില പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഈ പൊടി ഇങ്ങനെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കട്ട പോലെയൊക്കെ കാണും. അത് കുഴപ്പമില്ല. നന്നായിട്ട് നമുക്ക് ആ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ച് ആ കട്ടയൊന്നും ഇല്ലാണ്ട് എടുക്കണം. ഇല്ലെങ്കിൽ എന്ത് വെച്ചെന്ന് വെച്ചാൽ നമ്മളിത് അടുപ്പിൽ വെച്ച് കുറുക്കുമ്പോഴത്തേക്കും ആ കട്ടകളെല്ലാം ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കും. പിന്നീട് ഇത് നമ്മൾ അരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് ഇരിക്കേണ്ടത്. ഇത് നല്ല തിക്കർ കസ്റ്റർഡ് ആണല്ലോ, നമുക്ക് കേക്കിന് വേണ്ടിയുള്ള കസ്റ്റർഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കാനായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല ഇതിന്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മളിത് നന്നായിട്ട് കട്ടയില്ലാതെ അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം, ഇപ്പം ഞാൻ അടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ കട്ടകളുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇത് വിസ്ക് കൊണ്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഞാൻ അടുപ്പിൽ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടറും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇതിപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വേറെ എവിടെയും പോകരുത്. പെട്ടെന്നാവും, ഒരു 5 മിനിറ്റിൽ താഴെ വേണ്ടു ഈ കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവിടെ തന്നെ നിന്ന് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ ഇത് കണ്ടോ, ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർന്നിട്ട് ഇത് ഒരുവിധം ഇളം ചൂടോടെ തന്നെ ഇത് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്തിങ്ങനെ പാട പോലെ പിടിക്കും. അപ്പം ഞാനത് പാത്രത്തിലേക്ക് മാറ്റി ഒരു പ്ലാസ്റ്റിക് റാപ്പ് അതിലേക്ക് നന്നായിട്ട് ആ കസ്റ്റർഡിലേക്ക് ഒട്ടിയിരിക്കത്തക്ക രീതിയിൽ നമ്മൾ അമർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കൗണ്ടറിൽ വെച്ച് അതൊന്ന് ചെറുതായിട്ട് ചൂട് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് തണുക്കണ നേരം കൊണ്ട് ഞാനൊരു ഫ്രൂട്ട് ടാർട്ട് പാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടോ ഒരു ചെറിയ ഒരു ഗ്രൂവ് പോലെയുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്യണ ആ സ്പഞ്ച് കേക്കിന് ആ ഒരു ഷേപ്പും കൊടുക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇത് കാണാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ റൗണ്ട് പാൻ എടുത്താലും മതിയാവും. ഇതിൽ ഞാൻ ബട്ടർ 4 വശത്തും നന്നായിട്ട് തടവി കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് എല്ലാം ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിക്കുന്ന ആ മിക്സ്ചർ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാനിങ്ങിനെ നമ്മൾ പ്രെപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരിവിലും എല്ലാം മാവ് പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പ്രെപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇനി സ്പഞ്ച് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് 6 ടേബിൾ സ്പൂൺ മൈദമാവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ മൈദാമാവ്, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത്രയുമാണ്. ഈക്വൽ പോർഷനാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം 3 മുട്ടയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഈ ബേസ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതങ്ങനെ പൊങ്ങി വരത്തൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഈ കസ്റ്റർഡും ഈ ബേസും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കും ഒരു സ്പഞ്ചി ആയിട്ടുള്ളൊരു നമ്മുടെ നാട്ടിലേക്ക് ഒരു സ്പഞ്ച് കേക്കിൻ്റെ ഒരു മാതൃകയിലായിരിക്കും ഇതിരിക്കുക. പിന്നെ 3 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് വെനില എസൻസ് ചേർത്തില്ല, അതിനു പകരം ലെമൺ ജസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മുഴുവൻ നാരങ്ങയുടെ തൊലിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ വെനില എസൻസ് തന്നെ ചേർത്താലും മതി. വെനില എസൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ചിലപ്പോൾ ഈ കസ്റ്റർഡിലും വെനില ഉള്ളതുകൊണ്ട് ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള കുറച്ച് അധികം വെനില ആയിട്ട് തോന്നും നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് നാരങ്ങയുടെ തൊലി ഉപയോഗിക്കുന്നത്. ഇത് ആ 3 മുട്ട തന്നെ ധാരാളം മതി. ഇത് നല്ലൊരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് നീണ്ടുമല്ല എന്നാൽ ഒരുപാട് കുറുകിയോ അല്ല ഇരിക്കട്ടെ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ബേസ് ഇരിക്കേണ്ടത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ പിന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പാനിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിത് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ ഈ കസ്റ്റർഡ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് എടുത്തുള്ളൂ അടുപ്പിൽ. മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാവും. അതുപോലെ തന്നെ ഈ ബേസും നമ്മളൊന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ബബിൾസ് ഇല്ലാതിരിക്കാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതൊന്ന് ഇപ്പോൾ പാൻ ഇതുപോലെ അടുപ്പിലുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ 350 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റ് ധാരാളം മതി. ഇങ്ങനെയാണ് ഇരിക്കുക. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം വളരെ തിന്നായിട്ടുള്ള ബേസ് ആയതുകൊണ്ട് ആ ബേസ് ഒരുപാട് കരിഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിക്കണം. ഒരു 7 മിനിറ്റ് ധാരാളം മതി. അപ്പോൾ അത് ഞാൻ എടുത്ത് പുറത്ത് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കൂൾ ചെയ്തതിന് ശേഷമാണ് ഞാനത് ഇളക്കി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ കസ്റ്റർഡ് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് കൊണ്ട് കസ്റ്റർഡ് നന്നായിട്ട് കൂളായിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നീട് ഫില്ല് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ കസ്റ്റർഡ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സീസണലായിട്ടുള്ള ഏത് ബെറീസും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സമ്മറിൽ ധാരാളമായിട്ട് കിട്ടുന്നത് റാസ്ബെറി, ബ്ലൂബെറി ഒക്കെ ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഞാൻ മാങ്ങ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ കിവി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ടും ഇത് നന്നായിട്ട് പോവും. പിന്നെ പോകാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓറഞ്ച് ജ്യൂസ്. ഇങ്ങനെ ഒത്തിരി സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അത്ര നന്നായിട്ട് പോവില്ല. പക്ഷെ മാങ്ങ, ബനാന അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് പോവും ഈ കസ്റ്റർഡിൻ്റെ ഒപ്പം. പിന്നെ വെറുതെ കഴിക്കാനും ഈ കസ്റ്റർഡ് ഭയങ്കര രസമാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. കാരണം ഒരു ഇവൻറ്റിനൊക്കെ നമ്മളിപ്പോൾ ഒരു ലഞ്ചിനോ ഒരു ഡിസേർട്ടായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിഥികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കാണാനും ഒത്തിരി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ സ്പഞ്ച് കേക്ക് ബെറി ഫ്ലാൻ. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ മേളിലേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം, പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല, ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ 2 മിൻറ്റ് ലീഫ്, നമ്മുടെ പുതിനയിലയാണ് കേട്ടോ, അതൊന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഒരു പൗഡേർഡ് ഷുഗർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൗഡേർഡ് ഷുഗർ നമ്മൾ അതിൻ്റെ മേളിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിനൊക്കെ ഒരു നല്ലൊരു ഗ്ലേസ് പോലെ വരും. അപ്പം നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പൗഡേർഡ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.